നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭാവി പ്രവചനങ്ങൾക്ക് ആളുകൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട്. ശാസ്ത്രജ്ഞർക്കിടയിലും സയൻസ് ഫിക്ഷൻ പ്രേമികൾക്കിടയിലും ജനപ്രീതി നേടിയ ഒരു ആശയമാണ് ഈ ടൈം ട്രാവൽ എന്ന് പറയുന്നത്. ശാസ്ത്രത്തിന്റെ കണ്ണിൽ അസംഭവമാണെങ്കിലും ടൈം ട്രാവൽ എന്ന ആശയം ജനിപ്പിക്കുന്ന കൗതുകമേറെയാണ്. ഒരാൾക്ക് വർത്തമാനകാലത്ത് മാത്രമേ ജീവിക്കാൻ സാധിക്കൂ എന്നിരിക്കെ ഭാവിയിലേക്കും ഭൂതകാലത്തിലേക്കും സഞ്ചരിച്ച് ജീവിക്കുക എന്നതാണ് ടൈം ട്രാവൽ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു വന്നവർ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംവദിക്കുന്നതും ദോഷകരമായ കാര്യങ്ങൾ തടയാൻ പോകുന്നതുമെല്ലാം സിനിമകളിലൂടെ നാം കണ്ടിരിക്കാം. എന്നാൽ അതൊന്നും സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും അത്തരം ടൈം ട്രാവൽ നടത്തി ആളുകൾക്കിടയിൽ ഒരേ സമയം ആശങ്കയും അത്ഭുതവും ഭയവും നിറച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ജീവിച്ചിരുന്നു. അവർ നടത്തിയിട്ടുള്ള പല പ്രവചനങ്ങളും ഇന്നും ലോകത്ത് ചർച്ചയാകാറുണ്ട്. 16-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ജ്യോതിഷിയും ബിഷങ്കൊരനുമായ നോസ്ട്രഡാമസ്, അന്ധയായ ബൾഗേറിയൻ സന്യാസിനിയായിരുന്ന ബാബ വാങ്ക, ഇവരെല്ലാം അത്തരത്തിൽ വരും വർഷങ്ങളിൽ ലോകത്തിന്റെ പല കോണുകളിലും സംഭവിക്കാൻ ഇടയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രവചനം നടത്തിയിട്ടുള്ളവരാണ്. ഇവരുടെ മരണശേഷവും അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാണ് എന്നുള്ളതാണ് കൗതുകരമായ കാര്യം. എന്നാൽ ഇപ്പോൾ എൽവിസ് തോംസൺ എന്നയാൾ അവകാശപ്പെടുന്നതും ഇത് തന്നെയാണ്. അത്തരത്തിൽ ഒരാൾ കൂടി ഈ പ്രവചനങ്ങളിൽ തന്റേതായ കണ്ടെത്തലുകൾ കൂടി ചേർക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ നടത്തിയിട്ടുള്ള ഭാവി പ്രവചനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഭാവി പ്രവചന വീഡിയോയാണ് ചർച്ചയാകുന്നത്. സ്വയം പ്രഖ്യാപിത സമയസഞ്ചാരിയായ എൽവിസ് തോംസൺ എന്ന ആളാണ് 2025 കുറിച്ചുള്ള പ്രവചനങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത്. 2025 പ്രധാന ദുരന്ത ദിനങ്ങളുടെ തീയതികളാണ് ഇയാൾ വീഡിയോയിലൂടെ പറയുന്നത്. ജാനുവരി 1 ഇദ്ദേഹം ഈ പ്രവചന വീഡിയോ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചത്. താനൊരു ടൈം ട്രാവൽ ആണെന്നും ഭാവിയിലൂടെ സഞ്ചരിച്ചാണ് തിരിച്ചു വന്നതെന്നും എൽവിസ് അവകാശപ്പെടുന്നു. അതുകൊണ്ട് 2025 സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എന്തെല്ലാമാണെന്ന് തനിക്കറിയാമെന്നാണ് എൽവിസിന്റെ അവകാശവാദം. ഇൻസ്റ്റഗ്രാമിൽ എൽവിസ് പങ്കുവെച്ച വീഡിയോയിൽ ഇക്കൊല്ലം സംഭവിച്ചേക്കാവുന്ന ദുരന്തങ്ങളുടെ തീയതി അടക്കമാണ് വിശദമാക്കുന്നത്. അതിൽ ചിലത് ഇപ്രകാരമാണ്. ഏപ്രിൽ 6 1046 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ചുഴലിക്കാറ്റ് യുഎസിലെ ഒക്ലഹോമ നഗരത്തെ വിഴുങ്ങുമെന്നാണ് എൽവിസിന്റെ ഒരു പ്രവചനം. മെയ് 27 അമേരിക്കയിൽ 2ാം ആഭ്യന്തര യുദ്ധം ഉടലെടുക്കും. യുഎസിൽ നിന്ന് ടെക്സാസ് വിഭജിക്കപ്പെടും. ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കും. സെപ്റ്റംബർ 1 ചാമ്പ്യൻ എന്നു പേരുള്ള അന്യഗ്രഹ ജീവി ഭൂമിയിൽ നിന്ന് 12,000 മനുഷ്യരെ മറ്റൊരു ഗ്രഹത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകും. സെപ്റ്റംബർ 19 അമേരിക്കയിലെ കിഴക്കൻ തീരത്ത് കൊടുങ്കാറ്റ് അലയടിക്കും. നവംബർ 3 പസഫിക് സമുദ്രത്തിൽ വലിയൊരു ജീവി പ്രത്യക്ഷപ്പെടും. ഇതിന് നീലത്തിമിംഗലത്തേക്കാൾ 6 ഇരട്ടി വലിപ്പമുണ്ടാകും. സെറീൻ ക്രൗൺ എന്നാണ് ഈ ജീവിക്ക് പേരിടുക എന്നും എൽവിസ് പറയുന്നുണ്ട്. ഏതായാലും ചില നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ തീയതി എടുത്തു പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 26 മില്യണിലധികം ആളുകളാണ് ഇതിനോടകം എൽവിസിന്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരിക്കുന്നത്. എൽവിസിന്റെ അഭിപ്രായ പ്രകടനത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള കമന്റുകളും രൂപപ്പെട്ടു. ചിലർ എൽവിസിനെ പരിഹസിച്ചപ്പോൾ മറ്റു ചിലർ ചീത്ത വിളിച്ചു. 2 മാസം മുമ്പായിരുന്നു എൽവിസ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഈ പ്രവചനങ്ങൾ ശരിയായില്ലെങ്കിൽ എൽവിസ് തോംസണെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അതിനായി ഈ വീഡിയോ സൂക്ഷിച്ചു വെക്കുകയാണെന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും ആളുകളിൽ വീണ്ടും ഇത്തരം പ്രവചനങ്ങൾ ഭീതി പടർത്തുകയാണ്. ഇതെല്ലാം ഉള്ളതാണോ അതോ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടി മാത്രം കെട്ടിച്ചമച്ച കള്ളക്കഥകളാണോ എന്നുള്ളതും സംശയമുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബാബ വാങ്കയുടെ കഥകളെല്ലാം ഇപ്പോഴും ചർച്ചയാകാറുണ്ട്. അവർ പ്രവചിച്ചതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് സംഭവിക്കുമ്പോൾ അത് വീണ്ടും ചർച്ചയാകാറുണ്ട്. വാങ്ക പലപ്പോഴായി പ്രവചിച്ച കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നതായിട്ടാണ് അനുയായികൾ പറയുന്നത്. 51-ാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങളാണ് ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാണോ അല്ലയോ എന്ന ചർച്ചകൾ ഇന്നും നടക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ വർഷാവസാനവും ഇവരുടേതെന്ന പേരിൽ പ്രചരിക്കുന്ന പ്രവചനങ്ങൾ ഇന്റർനെറ്റ് ട്രെൻഡിംഗ് ആയി മാറാറുണ്ട്. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് അനുയായികളും ഇവർക്കുണ്ട്. സോവിയറ്റ് യൂണിയന്റെ പതനം, ചെർണോബിൽ ദുരന്തം, ജോസഫ് സ്റ്റാലിന്റെ അന്ത്യം, സെപ്റ്റംബർ 11 ആക്രമണം, ഒബാമയുടെ തെരഞ്ഞെടുപ്പ് വിജയം എന്നിവയെല്ലാം ബാബ വാങ്ക പ്രവചിച്ചിരുന്നതായി അവരുടെ അനുയായികൾ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഇതെല്ലാം അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളാണെന്ന് പറയുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ വാങ്കയുടെ പേരിൽ അവരുടെ പ്രവചനങ്ങളായി പ്രചരിക്കുന്ന മിക്കവയും വ്യാജമാണെന്ന് പൊതുവെ കരുതുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്ക പ്രശസ്തി ആർജിക്കുന്നത്.
സൂചിപ്പിക്കുന്നത്. യുദ്ധത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരാണ് അക്കാലത്ത് സ്ഥിരമായി വാങ്കയെ സന്ദർശിച്ചുകൊണ്ടിരുന്നത്. ഇവരിൽ ബൾഗേറിയ രാജാവ് വരെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ അതിനൊന്നും തെളിവൊന്നുമില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വിവിധ റിപ്പബ്ലിക്കുകളിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരും വാങ്കയെ സന്ദർശിച്ചതായി പറയപ്പെടുന്നു. 1996 ഓഗസ്റ്റ് 11 സ്തനാർബുദം ബാധിച്ചായിരുന്നു വാങ്കയുടെ മരണം. വൻ ജനാവലിയായിരുന്നു വാങ്കയുടെ സംസ്കാരത്തിന് എത്തിയിട്ടുണ്ടായിരുന്നത്. മരണശേഷവും നിലയ്ക്കാത്ത പ്രവചനങ്ങൾ ഇങ്ങനെ ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം എത്രത്തോളം സത്യമുണ്ട്, സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതെല്ലാം നമുക്ക് അനുഭവിച്ചറിഞ്ഞേ മതിയാവും.